ലോക ഫുട്ബോളിലെ ഏത് പേരുകേട്ട ആക്രമണ നിരയ്ക്കും ജർമ്മനിയുടെ പ്രതിരോധമതിൽ എത്ര തവണ കീറിമുറിച്ചാലും അവരുടെ ഗോൾവല തുളയ്ക്കണമെങ്കിൽ ഒന്ന് വിയർക്കേണ്ടി വരും. കാരണം എല്ലാ കാലത്തും അവരുടെ ഗോൾവലയ്ക്ക് കീഴിൽ ഒരു കരുത്തന്റെ കാവലുണ്ടാകും. അയാളുടെ വിരിച്ചുവെച്ച ഇടനെഞ്ചിന്റെ ചങ്കൂറ്റം മാത്രം മതി അവരെ തീക്ഷ്ണമായി ദഹിപ്പിക്കാൻ. അതുമാത്രമല്ല, അവരുടെ വിരിച്ചുവെച്ച കരങ്ങൾക്കു താഴെ ഒരു മാലാഖ നൽകുന്ന സുരക്ഷിതത്വം എന്നും ജർമ്മൻ ഗോൾ പോസ്റ്റ് അനുഭവിച്ചിരുന്നു. ലോക ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരെ സൃഷ്ടിക്കുന്നതിൽ എന്നും ജർമ്മനി മുന്നിലായിരുന്നു. ജർമ്മനി സൃഷ്ടിക്കുന്ന ഗോൾ കീപ്പർമാരെ കണ്ടു പലതവണ ലോകം അൻപരെന്ന് മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ട്. ഒലിവർ കാൻ, ലീമാൻ, മാനുവൽ ന്യൂയർ, മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റഗൻ അങ്ങനെ വമ്പന്മാർ അണിനിരക്കുന്ന ഗോൾ കീപ്പർമാരുടെ പാരമ്പര്യമുണ്ട് ജർമ്മനിക്ക്. ബെർലിൻ മതിലിനേക്കാൾ കരുത്തുള്ള ഗോൾ കീപ്പർമാരെയായിരുന്നു ജർമ്മനി ഓരോ തലമുറകളിലും സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അവരിൽ തന്നെ ഏറ്റവും പ്രമുഖനെന്ന് വേണമെങ്കിൽ നമുക്ക് മാനുവൽ ന്യൂയറെ വിശേഷിപ്പിക്കാം. പാഞ്ഞെടുക്കുന്ന എതിരാളികളുടെ മുന്നിലേക്ക് ഇറങ്ങിവരുന്ന യോദ്ധാവാണ് ന്യൂയർ. ഷാൽക്കയുടെ മൈതാനങ്ങളിലൂടെയാണ് അവൻ കളി പഠിച്ചു വളർന്നത്. 2014 ലോകകപ്പാണ് ന്യൂയറിന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചത്. ന്യൂയറിന്റെ മിന്നും പ്രകടനം ജർമ്മനിക്ക് ലോകകപ്പ് തന്നെ സമ്മാനിച്ചു. ഇത് ജർമ്മനിയുടെ അതിർത്തി കാക്കുന്ന കാവൽക്കാരനാണ്, ജർമ്മൻ ജനതയുടെ സ്വപ്നങ്ങളുടെ കാവൽക്കാരൻ. ഏറ്റവും വലിയ ഫാൻ ബേസുള്ള ടീമിൽ കളിച്ചാൽ കുറെ ആരാധകരെ സൃഷ്ടിച്ചേക്കാം. എന്നാൽ എല്ലാ കാലത്തും ഒരു കോച്ചിന്റെ മനസ്സിൽ ആശ്രയയോഗ്യൻ എന്ന് തെളിയിക്കണമെങ്കിൽ അതിന് മറ്റു പലതും കൂടി വേണ്ടിവരും. അതെല്ലാം ഒത്തിണങ്ങിയവൻ തന്നെയാണ് ജർമ്മനിയുടെ സ്വന്തം മാനുവൽ ന്യൂയർ, അവരുടെ യഥാർത്ഥ ബെർലിൻ മതിൽ. ലോക ഫുട്ബോളിൽ എത്ര വലിയ ഗോൾ കീപ്പർമാർ ഇനി ഏത് കാലത്ത് പിറവിയെടുത്താലും ന്യൂയറിന്റെ തട്ടു താണു തന്നെയിരിക്കും. അതിപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലെ എല്ലാ ഗോൾ കീപ്പർമാരെ എടുത്തു വെച്ച് തൂക്കി നോക്കിയാലും ഒരു പണത്തൂക്കമെങ്കിലും താഴ്ച കൂടുതൽ ന്യൂയറിന് ഉണ്ടായിരിക്കും.